ശരി, ദൃശ്യ തുടരൂ. മറ്റൊരു വാർത്തയുടെ വിവരം കൂടി ദൃശ്യയിൽ നിന്ന് അറിയാനുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിലേക്ക്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതികളായ ജീവനക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകിയതിനെതിരെയാണ് സമരത്തിനിറങ്ങുന്നത്. പ്രിൻസിപ്പലിനെ കണ്ട ശേഷം അനുകൂല നടപടിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കാനാണ് തീരുമാനം. ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, എന്താണ് അതിജീവിതയുടെ തീരുമാനം? അമൃത, 2023 ഇത്തരത്തിലൊരു കേസ് പുറത്തു വരുന്നത്, ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഈ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെയോടെ ഈ 5 ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റിയ 5 ജീവനക്കാരെ വീണ്ടും നിയമനം നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ അതിജീവിതയും ഈ സമരസമിതിയും രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടെ തന്നെ ഈ പ്രിൻസിപ്പലിനെ കാണും. ഇതിന് ശേഷമായിരിക്കും സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനമുണ്ടാകുക. പ്രിൻസിപ്പലിനോട് സംസാരിക്കും. ഇന്നലെയും സമരസമിതി പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് ഒരു കോടതി ഉത്തരവിന്റെ പേരിൽ മാത്രമാണ് ഇത്തരത്തിലൊരു നിയമനം എന്നുള്ളൊരു ഈ മറുപടിയാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത് എന്നാണ് സമരസമിതി പറഞ്ഞിട്ടുള്ളത്. ഇന്നും ഈ പ്രിൻസിപ്പലിനെ കാണാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സമരസമിതിയും അതിജീവിതയും ഉള്ളത്. പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ ജോലിയിൽ നിന്ന് മാറ്റിയ ആളുകളെ ഈ ഭരണാനുകൂല സംഘടനയിലെ ആളുകളായതുകൊണ്ടാണ് ഇവരെ വീണ്ടും ഈ നിയമനം നടത്തുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അതിജീവിത വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നത്. അമൃത. ശരി, ദൃശ്യ പുതിയിടത്താണ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.